കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്താക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. കുളത്തൂപ്പുഴ സ്വദേശി ബഷീറിനാണ് ജീവൻ നഷ്ടമായത്. പുലർച്ചെയോടെയായിരുന്നു ഈ സംഭവം. ബഷീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് പുനലൂർ DFO അറിയിച്ചു. 5 ലക്ഷം രൂപ ഉടൻ അനുവദിക്കും. വരുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിന്റെ അതിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് നമ്മൾ ഒരു പ്രാവശ്യം എൻ്റെ ഭർത്താവ് ഇതിന്റെ മുമ്പ് ചെന്ന് വിട്ടുണ്ടായാലും അത് ഓടി. പിന്നെ ഞങ്ങളുടെ വീട് റോഡ് സൈഡായതുകൊണ്ട് ആൾക്കാരെല്ലാം ഒരാൾ ഇതുപോലെ വൈകുന്നേരം കയറി സന്ധ്യക്ക് കയറി പോയപ്പോഴത്തേന് ഇത് രണ്ടെണ്ണം ഇറങ്ങി വരുന്നത്. വന്നപ്പോഴത്തേന് പിന്നെ അയാൾ കണ്ടിട്ട് ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് കയറിയത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, ഫോറസ്റ്റുകാരായാലും പോലീസുകാരായാലും. അതെ, നമുക്ക് ആരാ അത് ഇന്നല്ലേ അവർ കണ്ടതും വന്നതും ഒക്കെ. ഇന്നവർ വന്നല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇറങ്ങി ഒരു മനുഷ്യനെ കൊന്നത് മനപ്രയാസമുള്ള കാരണം തന്നെ. പിന്നെ എന്താണ് അതിനൊരു തീരുമാനം വനം വകുപ്പ് എടുക്കണം. ഈ കൃഷിഭൂമിയിൽ ഇറങ്ങരുത് അവരെ പോത്തും ആനയൊന്നും, അല്ലാതെ ഉള്ളിടത്ത് ഒരു കാട്ടിയിട്ട് വളർത്തണം. ഈ കാട്ടുപോത്തിന്റെ ശല്യം സന്ധ്യയ്ക്ക് തൊട്ട് താഴ്വശത്ത് 4 എണ്ണം ഇന്നലെ രാത്രി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയത്. അത് രാത്രി കയറി പോയിട്ട് രാവിലെ വെളുപ്പിനെ ഇറങ്ങി വരുന്ന ഈ ഓഫീസിനയിലേക്കൂടെ. അതാണ് സംഭവം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? കണ്ണനായർ വിവരങ്ങളുമായിട്ട് കണ്ണനിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ കൂട്ടത്തോടെ കാട്ടുപോത്തുകൾ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഒരു കാട്ടുപോത്ത് കൂട്ടത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. ആ മേഖലയിൽ ഇതൊരു സ്ഥിരം ശല്യമായി മാറിയിട്ടുണ്ടല്ലേ? ആ മേഖലയിൽ കാട്ടുപോത്ത്, കാട്ടാന, മലമ്പാമ്പ്, കാട്ടുപന്നി അടക്കമുള്ള എല്ലാ ജീവികളും വലിയ ശല്യമാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടില്ലേ, കുളത്തൂപ്പുഴ ആറ്റിലൂടെ കാട്ടുപോത്ത് കൂട്ടമായി ഇറങ്ങി വരുന്ന ഒരു പ്രദേശമാണ്. ആ ആറ്റിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ റോഡിലേക്കാണ്, ഈ സംസ്ഥാന പാതയിലേക്കാണ് കയറുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തെങ്കാശിയിലേക്ക് പോകുന്ന പാതയിലേക്കാണ് കയറുന്നത്. ആ പാതയിലൂടെയാണ് കാട്ടുപോത്ത് കടന്നു പോകുന്നത്. ഇന്ന് ആ പാതയിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ബഷീർ കൂലിത്തൊഴിലാളിയാണ്. അദ്ദേഹം ജോലിക്കായി രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ കുളത്തൂപ്പുഴ ടൗണിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകുന്ന രീതിയാണുള്ളത്. അങ്ങനെ പോയ സമയത്താണ് ഈ കാട്ടുപോത്ത് ബഷീറിനെ ആക്രമിക്കുന്നത്. 68-കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തായി വലിയ ആഴത്തിലുള്ള മുറിവുണ്ട്. കൊമ്പ് കൊണ്ട് കുത്തി ദൂരേക്ക് എറിഞ്ഞുവെന്നാണ് നാട്ടുകാർ കണ്ട ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. ഇത് ഒന്നാമത്തെ സംഭവമല്ല. ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു വാഹനത്തിൽ പോയ കുടുംബത്തിന് നേരെ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. മറ്റൊരു വ്യക്തിക്ക് നേരെ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായി. കുറേയേറെ ദിവസങ്ങളായി ഇവിടെ കാട്ടുപോത്തിൻ്റെ ശല്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനങ്ങൾ വലിയ പ്രക്ഷോഭമാണ് ഇന്ന് രാവിലെ സംഘടിപ്പിച്ചത്. ഒരു കാരണവശാലും അവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഇടതുപക്ഷ അനുകൂല സംഘടനകൾ, ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. അവസാനം DFO അവിടെ എത്തി. പുല്ലൂർ DFO ഷാജികുമാർ അവിടെ പരിശോധനകൾ നടത്തി, ചർച്ചകൾ നടത്തി. DFO എത്തിയ സമയത്തും വലിയ രീതിയിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അഞ്ചൽ റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലുള്ള സ്ഥലമാണ്. കുളത്തൂപ്പുഴയാണെങ്കിൽ പോലും അഞ്ചൽ റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലാണുള്ളത്. പിന്നീട് DFO നാട്ടുകാരുമായും ബന്ധുക്കളുമായൊക്കെ തന്നെ സംസാരിച്ചു. ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് സർക്കാർ വനംവകുപ്പ് ധനസഹായമായി നൽകുന്നത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറും. ബാക്കിയുള്ള 5 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള 4 ലക്ഷം രൂപ കൂടി ഉടൻ തന്നെ ഈ ബഷീറിൻ്റെ കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് വനംവകുപ്പിൽ ജോലി നൽകണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാരും രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരും ഒക്കെ തന്നെ ഉന്നയിക്കുകയുണ്ടായി. ആ വിഷയത്തെക്കുറിച്ച് ഉന്നതതലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നുള്ള ഉറപ്പാണ് DFO നൽകിയത്. ആ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹം പരിശോധിച്ചു. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതും അവിടെ വെച്ച് തന്നെയാണ്. പിന്നീട് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പലതവണ മാതൃഭൂമി ന്യൂസ് പലതവണ ഈ പ്രദേശത്തെ വന്യജീവി ആക്രമണത്തെക്കുറിച്ചും വന്യജീവികൾ മൂലം ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ചൊക്കെ തന്നെ പലകുറി വാർത്ത ചെയ്തതാണ്. എന്നിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ 6 പേരുടെ ജീവനുകൾ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായിട്ടുണ്ട്. ശരി. കണ്ണനായരാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിലാണ് ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. ആ മേഖലയിലാകെ കാട്ടുപോത്തും ആനയും ഒക്കെയായിട്ട് ആളുകളുടെ ഒരു സമാധാന ജീവിതം തകർക്കുന്ന അവസ്ഥയാണ് എന്നതാണ് ഇപ്പോൾ നിലവിൽ. 10 ലക്ഷം രൂപ, അതിൽ 5 ലക്ഷം ആദ്യ ഗഡുവായി സഹായം നൽകുമെന്ന് DFO അറിയിച്ചിട്ടുണ്ട്. അതൊരു നിലവിലെ ഒരു പ്രോട്ടോക്കോളാണ്. ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സഹായധനം നൽകുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരികയാണ്. അതിനുള്ള പ്രതിവിധി സ്വീകരിക്കാൻ വേണ്ടി വനം വകുപ്പിനോട് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടെങ്കിലും വേണ്ട വിധത്തിൽ അവർ കൈകാര്യം ചെയ്തതെന്ന് മാത്രമല്ല
ഇതിനെ നിയന്ത്രിക്കാനുള്ള ശേഷിയും പ്രായോഗിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഈ ഗവൺമെൻറ് വന്നതിനെ തുടർന്ന് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി.